മാർച്ച് 25 വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 12:1 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ബെഥനിയിൽ എത്തുന്നതോടെയാണ്. ലാസറിനെയും മാർത്തായെയും മേരിയെയും സന്ദർശിക്കാനാണ് അവിടുന്ന് വന്നത്. വർഷങ്ങളായി അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ യേശുവിൻ്റെ അടുക്കൽ മേശയ്ക്കൊരു ചുറ്റും കൂടി. യേശുവിന് വേണ്ടി പ്രത്യേക ഭക്ഷണം തയ്യാറാക്കാൻ മാർത്ത ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചു. അവർ മേശയിൽ കൂടിയിരിക്കുമ്പോൾ വില കൂടിയ സുഗന്ധ തൈലമുള്ള ഒരു പാത്രവുമായി മറിയം യേശുവിനെ സമീപിച്ചു. അവൾ യേശുവിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി എണ്ണപ്പാത്രം തുറന്ന് അവൻ്റെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. തുടർന്ന് അവൻ്റെ പാദങ്ങളിൽ വിചിത്രവും വില കൂടിയതുമായ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. മേരി യേശുവിൻ്റെ പാദങ്ങൾ കഴുകുക മാത്രമല്ല, തൻ്റെ തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുടക്കുവാനുമുള്ള ധൈര്യം അവൾ കാണിച്ചു. എന്തൊരു ആത്മബന്ധം! അതിഥികളിൽ പലരും ഞെട്ടി. എന്താണ് മേരി ചെയ്യുന്നത്? അവളുടെ നടപടി തികച്ചും അനുചിതമായിരുന്നു. എങ്കിലും ആരും ഒരക്ഷരവും മിണ്ടിയില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം യൂദാസ് ഇസ്കരിയോത്ത് ചോദിച്ചു, ഈ വില കൂടിയ തൈലം എന്തിന് പാഴാക്കുന്നു? അത് വിറ്റ് പാവങ്ങൾക്ക് നൽകാമായിരുന്നല്ലോ. ദരിദ്രരുടെ ഒരു ചാമ്പ്യനെ പോലെയാണ് യൂദാസ് സംസാരിച്ചത്. എന്നിരുന്നാലും അത് വിറ്റ് കിട്ടുന്ന പണത്തിൽ ഒരു ഭാഗം സ്വയം പോക്കറ്റിലാക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യൂദാസിനായിരുന്നു പണസഞ്ചിയുടെ ചുമതല. ഈ തൈലം ചെലവഴിച്ചതിൽ യൂദാസ് അസ്വസ്ഥനാണെന്ന് യേശുവിനറിയാം. ദരിദ്രരുടെ ആവശ്യങ്ങളിൽ യൂദാസിന് ശ്രദ്ധയുണ്ടായിട്ടല്ല, അവൻ തന്നെക്കുറിച്ച് മാത്രം ആശങ്കാകുലനായിരുന്നു എന്നും യേശു മനസ്സിലാക്കി. യേശു മറിയത്തെയും അവളുടെ അനുകമ്പ നിറഞ്ഞ സ്നേഹനിർഭരമായ പ്രവർത്തനത്തെയും പ്രതിരോധിക്കുന്നു. തൻ്റെ പാദങ്ങൾ കഴുകി അഭിഷേകം ചെയ്തതുകൊണ്ട് ഈ സ്നേഹനിർഭരമായ പ്രവൃത്തിയിലൂടെ മറിയം അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ ഒരു സമ്മാനം നൽകുകയാണ് ചെയ്തത്. യൂദാസിനെയും അവൻ്റെ കാപഢ്യത്തെയും യേശു തുറന്നു കാണിക്കുന്നു. മേരിയെ വെറുതെ വിടാൻ അവൻ യൂദാസിനോട് ശക്തമായി പറയുന്നു. യേശുവിനെ സംസ്കരിക്കുന്ന ദിവസത്തേക്കുള്ള തൈലം അവൾ ഇപ്പോഴേ തൻ്റെ കാൽപാദങ്ങളിൽ പുരട്ടിയതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു യൂദാസ് ഉണ്ടോ? നമ്മെ വേദനിപ്പിക്കുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്ത ഒരാൾ. നമ്മളിൽ മിക്കവരും ചിലപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് കരുതുന്നവരാകാം. ചോദ്യം ഇതാണ്: യേശുവിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരാൻ നാം ശ്രമിക്കുമോ? നമ്മെ ദ്രോഹിച്ച അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത വ്യക്തിയോട് ക്ഷമിക്കാൻ നാം തയ്യാറാകുമോ? നമ്മുടെ ഹൃദയം അവനോട് തുറവിയുള്ളതാണെങ്കിൽ ക്ഷമിക്കുവാനുള്ള കഴിവ് നമുക്ക് യേശു നൽകും. നമ്മൾ ചെയ്യേണ്ടത് ആ കൃപയ്ക്കായി യാചിക്കുക മാത്രം. വിശുദ്ധവാരത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.